വളരെ ഗൗരവതരമായിട്ടുള്ളൊരു സാമൂഹ്യ പ്രശ്നമായിട്ടുള്ള മയക്കുമരുന്ന് കേസിനകത്ത് പ്രതിയായ ആളുകളോട് എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സമീപനം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനകത്ത് ഓപ്പറേഷൻ തുഫാൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതിയായിട്ടുള്ള ഒരാൾ, അയാൾ മുഖ്യമന്ത്രിയുടെ മീഡിയ ടീമിലുള്ള ആളാണ്, കോർഡിനേറ്ററാണെന്നുള്ള വാർത്ത വന്നു. അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, അങ്ങനൊന്നും എനിക്ക് മീഡിയ കോർഡിനേറ്റർമാരൊന്നും ഇല്ല, നിങ്ങൾ നോക്കിക്കോ, എനിക്കതിൻ്റെ ആവശ്യമില്ല, അപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല, എല്ലാം സ്വയംഭൂവാണ്, അദ്ദേഹത്തെപ്പറ്റി വരുന്ന എല്ലാ പ്രചരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് മെറ്റയുടെയോ മറ്റോ ആരുടെ ആയാലും ഏത് പേജായാലും നോക്കിയാൽ ആരൊക്കെയാണിത് അപ്ലോഡ് ചെയ്യുന്നത്, ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് മീഡിയ ഈ പേജുകൾ ഓപ്പറേറ്റ് ചെയ്ത ആളുകളുണ്ടെന്നുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് വന്നപ്പോൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇയാൾ നവകേരള യാത്രയ്ക്ക് അവിടെ പോലീസ് ഇയാളെ മർദ്ദിച്ചിരുന്നു, ലാത്തിച്ചാർജ് ചെയ്തു. ലാത്തിച്ചാർജ് ചെയ്ത സമയത്ത് ഭീകരമായ ലാത്തിച്ചാർജ് ആയതുകൊണ്ട് ഇയാൾക്ക് നടക്കാനും ഇരിക്കാനും വയ്യാത്തതുകൊണ്ട് പിന്നെ പോയി കണ്ടു. എന്തായാലും അങ്ങനത്തെ ഒരു ലാത്തിച്ചാർജ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ആ ഭാഗത്ത് അങ്ങനെ ഒരു ലാത്തിച്ചാർജും ആൾ കിണ്ണിച്ച് അടക്കാൻ പറ്റാത്തൊരു ലാത്തിച്ചാർജും ഒക്കെ വന്നോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ആലപ്പുഴയിൽ ഒരു കേസ് വെച്ചിട്ടാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായി. അത് തന്നെ കോടതി തന്നെ കൊടുത്തത് മോർഫ് ചെയ്തതാണെന്നുള്ളത് വാർത്ത വന്നല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം കേസുള്ളതുകൊണ്ട് അത്രയ്ക്ക് ദിവസവും ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലാത്തിച്ചാർജ് ഉണ്ടോ, എത്രത്തോളമാണെന്നുള്ളത് നോക്ക്. എന്തായാലും അതിനുവേണ്ടി മാത്രമാണ് പോയി കണ്ടത് എന്നുള്ളത് അത് തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ. നവകേരള യാത്ര തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെ അതിൻ്റെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുമ്പ് കോഴിക്കോട് 2022 മാർച്ച് മാസം 22-ാം തീയതി നടത്തിയ ഇഫ്താർ പാർട്ടിയിൽ ഈ കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത്, മുഖ്യമന്ത്രിയുടെ അടുത്ത്, അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ പലരും ഇഫ്താർ പാർട്ടിക്ക് പോയി കാണുമല്ലോ. നിങ്ങൾ ഈ ആളെ നോക്കി നോട്ട് ചെയ്യാനും വേണ്ടിയുള്ള പരിചയമൊന്നും കാണത്തില്ല. പക്ഷേ ആ ഇഫ്താർ പാർട്ടി പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ 2025-ൽ. വളരെ പ്രധാനപ്പെട്ട LDF ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തി UDF അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ മാത്രം പങ്കെടുത്തൊരു മീറ്റിങ്ങിനകത്ത് ഈ പറഞ്ഞ വിവാദ നായകൻ അതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നീടിപ്പോൾ 10-40 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെതായി വരുന്ന വാർത്തകൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ട്, പലതവണ കണ്ടു. ഇതിനകത്ത് പ്രശ്നം ശ്രീ VD സതീശൻ അദ്ദേഹത്തെ കണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കേരളത്തിൻ്റെ മുഴുവൻ ആളുകളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എപ്പോഴും കള്ളകാര്യങ്ങൾ പറയുന്നു, കള്ളപ്രചരണം നടത്തുന്നു. അതൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല. ക്രിമിനൽ കേസിനകത്ത് പ്രതിയായ ആളുകളുമായി അടുത്ത് സഹകരിക്കുന്നു എന്ന് പറഞ്ഞൊരു ആരോപണം വരുമ്പോൾ മാധ്യമങ്ങളാണ് സ്വാഭാവികമായിട്ട് ഇത് കൊണ്ടുവരുന്നത്. അതിനകത്ത് ഇങ്ങനെ എന്തിനാണ് ഇതുപോലുള്ള കാര്യത്തിനകത്ത് നിരന്തരമായിട്ട് കള്ളം ആവർത്തിക്കുന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു മുഖ്യമന്ത്രി? ഒരു പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം രാഷ്ട്രീയ ആരോപണങ്ങൾ നടത്തുന്ന പോലല്ലല്ലോ ഇത്. അപ്പോഴും കള്ളം പറയാൻ പാടില്ല, പക്ഷെ അദ്ദേഹം ചില ആരോപണങ്ങൾ രാഷ്ട്രീയമായിട്ട് പിന്നെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ചിലത് പറയും, പക്ഷെ അപ്പോഴും കള്ളം പറയാൻ പാടില്ല. ഇവിടെ ഒരു കാര്യം രക്ഷപ്പെടാൻ വേണ്ടി ഒരു നുണ പറയുക, പിന്നെ 10 നുണ പറയുക, പിന്നെ 100 നുണ പറയുക. ഇങ്ങനെ ആവർത്തിക്കുന്ന നേരത്തിലേക്ക് ചെറിയ കാര്യങ്ങളല്ല, ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. മയക്കുമരുന്നിനകത്തെ കേസിൽപ്പെട്ട പ്രതിയെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ആളുകൾ ഉന്നയിക്കുമ്പോൾ അതിനകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ ലാഘവത്തോടു കൂടി വിശ്വസനീയമായിട്ട് അപ്പം തോന്നും. അപ്പം വിശ്വസനീയമായിട്ട് പറയുന്നത് അപ്പം തീരില്ല, അടുത്ത ദിവസം വരിക അടുത്ത കാര്യം, അവിടുന്ന് പൊങ്ങി വരിക, ഇങ്ങനത്തെ കാര്യം ഈ തരത്തിൽ പറയുന്ന കാര്യം വരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി തെറ്റ് പറഞ്ഞത് തുറന്നു പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ മാധ്യമങ്ങൾ വഴി ഈ കാര്യം തുറന്നു പറയണം. എനിക്ക് അബദ്ധം പറ്റിയതാണെന്നെങ്കിലും പറയാൻ തയ്യാറാവണം. എൻ്റെ ഓർമ്മക്കുറവാണ്, ഞാൻ ധരിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് ഓർമ്മക്കുറവ് പറ്റാമല്ലോ. മുഖ്യമന്ത്രിക്ക് ഏതൊരാൾക്കും, രാഷ്ട്രപതിക്കോ മുഖ്യമന്ത്രിക്കോ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ ആർക്കോ ഓർമ്മക്കുറവ് വരാം, അബദ്ധം പറ്റാം. എനിക്ക് ഓർമ്മക്കുറവ് പറ്റിയതാണ്, എനിക്കിപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു മറവിയുടെ പ്രശ്നം വന്നായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കണം. അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് മാപ്പ് പറയണം. ഇനിയും ഇങ്ങനെ നിരന്തരമായി ഇത്തരം കാര്യങ്ങളിൽ മനഃപൂർവ്വമായിട്ട് തെളിവ് നശിപ്പിക്കുന്നതോ കള്ളം പറയുന്നതായ തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നുവെന്ന് സമൂഹം ചിന്തിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ. അത് വളരെ ഗൗരവമായിട്ട് തന്നെ ആ കാര്യം എടുക്കേണ്ടതാണ്. അദ്ദേഹം ഇതിന് ഇവരുടെ പേര് നടപടി എടുത്താൽ മാത്രം പോരാ, അതിന് മാപ്പ് പറയണം. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ വാർത്തകൾ വരുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ മാറ്റി എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. പലതിൻ്റെയും സ്ഥിരതയും വാർത്തയൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക ഇതിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ചൊക്കെ. എന്തായാലും ഇക്കാര്യത്തിലൊന്നും ആവശ്യമില്ലാത്ത അന്വേഷണമൊന്നും നടത്താൻ പാടില്ല എന്ന് പോലീസിന് തന്നെ
തോന്നിപ്പിക്കുന്ന നിർദ്ദേശം കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ കാണുന്നു. ഇത് സാധാരണ ഒരു രാഷ്ട്രീയ പ്രശ്നം പോലെയല്ല ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ളത് കാണേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിന് ഇങ്ങനത്തെയുള്ള ആളുകളെയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ എന്തൊക്കെയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അവർ ചെയ്തിരിക്കുക എന്നുള്ള സംശയങ്ങൾ വേണം. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മറ്റേതൊരു പ്രതിപക്ഷ നേതാവിനേക്കാളും കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അതിനു മുമ്പുണ്ടായിരുന്നു. ആ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് അതിനേക്കാളും കേപ്പബിൾ ആയിരുന്നു ഞാനെന്ന് കാണിക്കാൻ ഇതേപോലുള്ള കാര്യങ്ങളാണോ ചെയ്തതെന്ന് എങ്ങനെ അറിയാം? ഇങ്ങനെയുള്ള ഏജൻസീസിനെയാണോ ഉപയോഗിച്ചതെന്ന് എങ്ങനെ അറിയാം? ഇങ്ങനെയുള്ള ആളുകളെയാണോ ഉപയോഗിച്ചതെന്ന് എങ്ങനെ അറിയാം? വളരെ ഗൗരവതരമായ കാര്യമാണ് അതിൻ്റെ ഭാഗമായി വന്നേക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അത് അദ്ദേഹം അടിയന്തരമായ ആ കാര്യം സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പാകെ പറയേണ്ടതാണ്.